ഹലോ കൂട്ടുകാരെ, ജോൺസൺസ് ഓട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നേരെ ഓട്ടോ കൊണ്ട് കുമളിയിലിട്ടിട്ട് നമ്മൾ നേരെ സേലം പോവുക കേട്ടോ. ബസ്സിനാണ് പോകുന്നത്. കുമളിയിൽ നിന്ന് ലാസ്റ്റ് സേലത്തിനുള്ള വണ്ടി എന്ന് പറയുന്നത് 8:05 അങ്ങനെ നമ്മളിതേ കമ്പം എത്തി. തമിഴ്നാട്ടിലും കേരളത്തിലും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ ഫുൾ ടൈം എല്ലാവരും എൻഗേജ്ഡാണ്. ഇതേ നമ്മൾ കമ്പത്ത് വന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. പലതരം കടല, നമ്മളും വാങ്ങി പുഴുങ്ങിയൊരു കടല മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നേ. നമ്മൾ പോകുന്ന ബസ്സാണ് കേട്ടോ ഇത് സേലത്തിന്. ഇത് ഈ വണ്ടിയിലാണ് പോകുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ജെറ്റ് സർവീസാണ്. ഇതേ കളർ കോഡൊക്കെ അടിച്ച് നല്ല അടിപൊളി ഒരു പ്രൈവറ്റ് വണ്ടി കിടക്കുന്നത് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പഴയ കാല ബസ്സുകളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു വണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, എപ്പോഴും തമിഴ്നാട്ടിലെ ആൾക്കാർ എൻഗേജ്ഡാണ്. പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ 500 രൂപ ഉണ്ടെങ്കിൽ 500 രൂപയുടെ ഒരു ഇതേ കാണിക്കത്തുള്ളൂ. എളിമയാണ്, എല്ലാവർക്കും ഭയങ്കര എളിമയാണ്. പക്ഷേ എല്ലാവരും ഫുൾ എൻഗേജ്ഡാണ്. ഇല്ലെങ്കിൽ ഇതേ തേനി ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ. തേനി ബസ് സ്റ്റാൻഡിലത്തെ രാത്രിയിലത്തെ തിരക്കാണിത്. എവിടെ പോകുന്നതാണോ എങ്ങനെ പോകുന്നതാണെന്ന് അറിയത്തില്ല. എപ്പോൾ പോയാലും ഇത് ഈ ഒരു അവസ്ഥയാണ്. കാരണം എല്ലാ വണ്ടിയും ഫുള്ളാണ്. നമ്മുടെ ഇവിടേക്ക് ഒരു 9 മണി കഴിഞ്ഞാൽ മഷി ഇട്ട് നോക്കിയാൽ പോലും ഒരു മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു പ്രത്യേകത ഈ തമിഴ്നാട്ടിലുണ്ട്. കാരണം ഇവർക്ക് യാതൊരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ത് തൊഴിൽ ചെയ്യുന്നതിന്. നമ്മളവിടെ അങ്ങനെയല്ല. നമ്മൾ 500 രൂപ കിട്ടി 1000 രൂപ എക്സ്പെൻസ് ആക്കും. ഇവർ 1000 രൂപ കിട്ടിയാൽ 100 രൂപ എക്സ്പെൻസ് ആക്കത്തുള്ളൂ. അങ്ങനെ നമ്മളിത് കരൂര് വന്നു കേട്ടോ. കരൂര് ശരിക്കും പറഞ്ഞാൽ കരൂര് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ടിൻ്റെ അത്രയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെളുപ്പിനെ 3:30 ആയപ്പം സേലത്തെത്തി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.